You start you. ഓക്കെ, കേൾക്കാമല്ലോ സാറേ അല്ലേ? കേൾക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എൻ്റെ പേര് ജിമ്മിയ. എൻ്റെ സ്ഥലം കോളയാടാണ്. എൻ്റെ അപ്ലൈ ഉത്തമൻ സാറാണ്. എൻ്റെ മെന്റർ മനോജ് പാറയിൽ സാറാണ്. എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ ഓരോ ഗ്രേറ്റ് ലീഡേഴ്സും വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റുകളെ പറ്റി അവർക്ക് കിട്ടിയ അറിവുകൾ ഡീറ്റെയിൽ നോളജ് ഓഫ് വെസ്റ്റീജ് പ്രോഡക്റ്റ് എന്ന ഈ ഒരു സെഷനിലൂടെ നമുക്ക് വളരെ വ്യക്തമാക്കി തരാറുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം പ്രോസ്റ്റേറ്റ് കെയർ എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതലായി അറിയാൻ വേണ്ടി നമുക്കൊരു അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലേക്ക് ഞാൻ എല്ലാ ലീഡേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂടെയുള്ള ആരെങ്കിലുമൊക്കെ ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവരോടെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറയുക. നമുക്ക് വേണ്ടി ഇന്നത്തെ ഈ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യാൻ എത്തുന്നത് ഒരു യൂട്യൂബർ ആയിരിക്കെ തന്നെ പലവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നതിനിടയിൽ വളരെ ഭാഗ്യവശാൽ വെസ്റ്റീജിൽ എത്തിച്ചേരുകയും ആ ബുദ്ധിമുട്ടുകൾ മാറിയതിനു ശേഷം വെസ്റ്റീജിനെ നെഞ്ചോട് ചേർത്തതിന്റെ ഫലമായി ഇന്ന് സ്റ്റാർ ഡയറക്ടർ എന്ന പദവിയിൽ എത്തുകയും ഒരു കാർ ഫണ്ട് അച്ചീവർ കൂടിയായ വാളാഞ്ചേരി സ്വദേശിയായ ജുമൈല മാഡമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ജുമൈല മാഡത്തെ ഞാൻ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ജുമൈല മാം. Okay, thank you, ma'am. Good morning. ഗുഡ് മോർണിംഗ് മാം. സൗണ്ട് ഓക്കെ ആണല്ലോ അല്ലേ? അതെ ഓക്കെ ആണ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജുമൈല. എന്നെ ഈ ഒരു സൂമിലേക്ക് വെൽക്കം ചെയ്ത ജിമ്മിയ മാഡത്തിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. അതുപോലെ ഈ സൂം കേൾക്കുന്ന ഓരോ ലീഡേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എന്നെ മാഡം ഇവിടെ പരിചയപ്പെടുത്തി, അതായത് ഞാനൊരു ചെറിയൊരു യൂട്യൂബർ ആയിരുന്നു എന്നുള്ളതാണ്. വലിയൊരു യൂട്യൂബർ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയായിരുന്നു യൂട്യൂബ് ചാനലും കാര്യങ്ങളും തുടങ്ങിയത്. എനിക്ക് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതിനോടായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതോട് കൂടി തന്നെ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ അതിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു. അതെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളാണ് എനിക്കതിലൂടെ നേടിയെടുക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും എന്നെ ഈ ഒരു സൂമിലേക്ക് വെൽക്കം ചെയ്ത ജിമ്മിയ മാഡത്തിന് ഒരിക്കൽ കൂടി താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ എനിക്കിന്ന് ഈ ഒരു ഇതിൽ സംസാരിക്കാൻ പറ്റിയത്, അതായത് ഓൾ കേരള വെസ്റ്റീജൻസിനോട് ഇന്ന് സംസാരിക്കാൻ പറ്റിയതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ഇന്ന് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? സന്തോഷം സമാധാനമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു സന്തോഷം സമാധാനവും നമുക്ക് കിട്ടണമെങ്കിൽ ആരോഗ്യവും സമ്പത്തും നമുക്ക് വേണം. ആരോഗ്യവും സമ്പത്തും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തുണ്ടാവുള്ളൂ? സന്തോഷം സമാധാനം നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ആരോഗ്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സമ്പത്തും വേണം. സമ്പത്ത് ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല, ആരോഗ്യം വേണം. അപ്പോൾ നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു സൂം കേൾക്കുന്ന ഓരോരുത്തരും നമ്മുടെ ദൈവത്തിന്റെ അനുഗ്രഹത്താലാണ് നമ്മൾ ഇതിൽ വന്ന് പെട്ടിട്ടുള്ളത്. ചില ആളുകൾ വന്ന് പെട്ടു എന്ന് തന്നെ പറയാം, ചില ആളുകൾ ഭാഗ്യവശാൽ വന്ന് പെട്ടു എന്ന് പറയാം. ആ പെട്ട ആളുകൾക്കൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഹെൽത്തും വെൽത്തും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇതിലേക്ക് വന്നു പെടുന്നത് എങ്ങനെയാണ്? ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ ഇന്ന് ഓരോരുത്തരും ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നു പെട്ടിട്ടുള്ളത്. അതായത് ചില ആളുകൾ തൈറോയിഡിന്റെ പ്രശ്നമായിരിക്കും, ചില ആളുകൾക്ക് ഹോർമോൺ പ്രശ്നങ്ങളായിരിക്കും, ചില ആളുകൾക്ക് മൈഗ്രെയിൻ, തലവേദന, ബാക്ക് പെയിന്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും. മാഡം കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല എന്നുള്ളൊരു കമന്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലാണ് ഇതെല്ലാം. ഓക്കെ മാഡം, അപ്പൊ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ
ആരോഗ്യം വേണം. അപ്പൊ നമ്മുടെ കമ്പനി, അതായത് വെസ്റ്റീജ് കമ്പനി എന്നുള്ള ആ ഒരു സംഭവം ആഴക്കടലിനേക്കാൾ അപ്പുറമാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്ലിമെന്റ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. സപ്ലിമെന്റ്സുകളും ഓരോ പ്രോഡക്ട്സുകളും, അതായത് 400+ പ്രോഡക്ട്സുകൾ നമുക്ക് നമ്മുടെ കമ്പനി അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് എന്തില്ലാത്തത്, ആരോഗ്യം സമ്പത്തും കിട്ടാത്തത് എന്നുള്ളതാണ്. അപ്പോ എനിക്ക് എൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രോഡക്ട്സിൽ നിന്നും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സപ്ലിമെന്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതായത് പ്രോസ്റ്റേറ്റ് കെയർ എന്നുള്ള ഒരു സപ്ലിമെന്റ്. അതിന് ഇത്രത്തോളം ഫലമുണ്ട് എന്നുള്ളത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്കിതിന് റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചത്. ആ പഠിക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആയി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോ അതായത് പ്രോസ്റ്റേറ്റ്, ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, അതായത് പുരുഷന്മാരുടെ ഈ ഒരു പുരുഷന്മാർക്ക് മാത്രം കാണുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്ലാഡറിൽ നിന്നും യൂറിൻ വഹിച്ചു കൊണ്ടുപോകുന്ന യുറീത്ര എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ യുറീത്രയുടെ ചുറ്റുമായി ബ്ലാഡറിന് താഴെ, അതായത് നമ്മുടെ മൂത്രസഞ്ചിക്ക് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്തിനാണ് അത് ഉദ്ദേശിക്കുന്നത്, അതായത് എന്തിനാണ് ആ ഒരു ഗ്രന്ഥി പുരുഷന്മാർക്ക് മാത്രം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു പുരുഷന്മാരിൽ ബീജം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥി കൂടിയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്ഖലന സമയത്ത് പുറപ്പെടുന്ന ദ്രവത്തിന്റെ ഒരു ഭാഗം നിർമ്മിക്കുന്നതാണ് ഇതിന്റെ പ്രധാനമായിട്ടും ഒരു പ്രവർത്തനം. അതായത് ഇപ്പോ പുരുഷന്മാരിൽ നിന്നും സ്ഖലനം സംഭവിക്കുന്ന സമയത്ത് ഈ ദ്രവം പുറപ്പെടുന്ന ഒരു ഭാഗം നിർമ്മിക്കുന്നതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദ്രവം ബീജത്തെ സംരക്ഷിക്കുകയും അവ നീങ്ങാൻ, അതായത് നീങ്ങിപ്പോവാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് ചില ഹോർമോണുകളുടെ സ്വാധീനത്താലാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇതിന്റെ പ്രവർത്തനം പ്രധാനമായും ഒരു ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഒരു ഹോർമോണാണ് ഇത് നിയന്ത്രിക്കുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഒരു ഹോർമോണാണ് ഇത് നിയന്ത്രിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസ്റ്റേറ്റ് എങ്ങനെയാണ് വളരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് പ്രോസ്റ്റേറ്റ് പ്രശ്നം വരുന്നുണ്ടല്ലോ, ഓരോ ആളുകൾക്കും പ്രശ്നം വരാനുള്ള ഒരു കാരണം പ്രോസ്റ്റേറ്റ് എങ്ങനെയാണ് വളരുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് നമ്മുടെ വീട്ടിൽ വയസ്സായ ആളുകൾ ഉണ്ടാവും, നമ്മളെ വീട്ടിലുണ്ടാവും, നമ്മളെ അയൽവാസികളുടെ വീട്ടിലുണ്ടാവും, അതുപോലെ നമ്മളെ ബന്ധുക്കളുടെ വീട്ടുകളിൽ ഉണ്ടാവും അല്ലെ. പ്രായമാകും തോറും സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വികസിച്ചു വരും. ആ വികസിച്ചു വരുമ്പോ നമ്മുടെ യുറീത്ര എന്ന് പറഞ്ഞതിനെ ഞെരുക്കും. അതായത് യൂറിൻ പാസ് ചെയ്യുന്ന ആ ഒരു യുറീത്രയെ ഞെരുക്കി കൊണ്ടുവരും. ആ ഞെരുക്കി കൊണ്ടുവരുമ്പോ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അതായത് യൂറിൻ ഒറ്റിപ്പോകുന്ന ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെ ഭയങ്കര പെയിന് വരും. പിന്നെ നിരന്തരം മൂത്രം ഇങ്ങനെ ഒഴിക്കണം എന്നുള്ള ആ ഒരു തോന്നല് നമുക്കുണ്ടാവും. രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള ആ ഒരു തോന്നല്, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോകും, നമുക്ക് ഉറക്കം നഷ്ടപ്പെടും, ഭയങ്കര സ്ട്രെസ് വരും, ഭയങ്കര സ്ട്രെയിന് വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വികസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്നത്. അതായത് ജെൻസിന്, അതായത് പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ അത് വയസ്സാവും തോറാണ് ഇതിന്റെ പ്രവർത്തനത്തിന് സാരമായി ബാധിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാല്
ഒരുപാട് പ്രശ്നങ്ങൾ വരും. അണുബാധ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ നമുക്കൊരു ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അതായത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ പോകുന്ന അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എവിടെയും പോകാൻ പറ്റാത്തൊരു അവസ്ഥ, യൂറിൻ ഇങ്ങനെ ഒറ്റി പോകുമ്പോൾ ഉള്ള ആ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ പ്രായമാവും തോറാണ് ഇതൊക്കെ കൂടുതലായിട്ടും കാണുന്നത്. അപ്പൊ ചില പുരുഷന്മാരിൽ 30 വയസ്സിന് മുകളിൽ വരുന്ന പുരുഷന്മാർക്കും ഇന്ന് ഈ ഒരു അവസ്ഥ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള അവസ്ഥകൾ വരുന്നത്. ഇന്ന് ജീവിതശൈലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജീവിതശൈലി മാറിയത് കൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണ രീതി നമുക്ക് ശരിയല്ലാതായി മാറി. അപ്പൊ നമുക്ക് ഓരോന്നിനും കിട്ടേണ്ട മിനറൽസ്, അതായത് 80 അവയവങ്ങൾ ഉണ്ട് നമുക്ക്. ആ 80 അവയവത്തിനും കിട്ടേണ്ട മിനറൽസുകൾ നമുക്കിന്ന് കിട്ടുന്നില്ല. ആ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ ഓരോ അവയവത്തെയും പ്രധാനമായിട്ടും ഇതൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു പ്രോസ്റ്റേറ്റ് എൻലാർജിന്റെ പ്രധാന ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോസ്റ്റേറ്റ് വലുതാവുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അതായത് മൂത്രം ഒഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. മൂത്രം ഒഴിക്കാൻ ഇങ്ങനെ നമ്മളിപ്പോ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു 10-15 മിനിറ്റ് വരെ നമ്മൾ അവിടെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടാവും. അതായത് ഈ പുരുഷന്മാര് നമ്മൾക്ക് പ്രായമാവും തോറും ആളുകൾക്ക് പല പ്രശ്നങ്ങളും വരും. നമ്മൾ എന്ത് കരുതും, ഇവർക്ക് പിന്നെ വസുവാസ് കൂടുതലാണെന്നൊക്കെ പറയും. ചില ആളുകൾ പറയുന്നത് കേൾക്കാം, വസുവാസ് കൂടുതലായിട്ടാണ്, അതിങ്ങനെ തോന്നലാണ് എന്നുള്ളതൊക്കെ പറയും അല്ലെ. അപ്പൊ അത് പറയാൻ മടിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അസുഖങ്ങൾ ഇന്ന് നമുക്ക് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ജീവിതശൈലി മാറിയോണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾ വരാൻ നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓരോന്നും നമ്മൾ പറയാൻ മടിക്കും തോറാണ് ഈ അസുഖങ്ങളൊക്കെ കൂടുതലായിട്ടും നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ ഒന്ന്, മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ മൂത്രം പോകാൻ സമയം എടുക്കാം. അതായത് നമ്മൾ കുറെ നേരം ഇരിക്കേണ്ട ഒരു അവസ്ഥ. ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ചില പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ആൾക്ക് ആ ബാത്റൂമിൽ നിന്നും പോരാന് പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഗൗരവമായിട്ട് ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് വഷളാവുന്നത്. അപ്പൊ മൂത്രം പോകാൻ സമയം എടുക്കുന്ന ആ ഒരു അവസ്ഥ. അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ ഇതിന്റെ ഒഴുക്കിനെ ബാധിക്കുകയാണ്. അതായത് ഇങ്ങനെ പിന്നെ കുറച്ച് സ്പീഡിൽ പോകേണ്ടടുത്ത് കുറച്ച് സ്ലോ ആയിട്ട് വരുന്ന ഒരു അവസ്ഥ. അപ്പൊ എന്താവും നമുക്ക് തോന്നുന്നത്, വീണ്ടും വീണ്ടും കഴിഞ്ഞു കഴിഞ്ഞാലും മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും വീണ്ടും ആ ഒരു മൂത്രം ഒഴിക്കണം എന്നുള്ള ആ ഒരു തോന്നല് നമുക്ക് വരുന്നുണ്ടാവും. അതുപോലെ തന്നെ മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ. കുറച്ചൊഴിക്കും, പിന്നെ അവിടെ നിൽക്കും, വീണ്ടും ഒഴിക്കും, വീണ്ടും അവിടെ നിൽക്കും. അങ്ങനെ പല തുള്ളികളായിട്ട് പോകുന്ന അവസ്ഥ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിരന്തരം ഇങ്ങനെ മൂത്രം പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയും വരുന്നുണ്ട്. അതായത് ഇപ്പൊ ഇതിങ്ങനെ ഞെരുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ആ യുറീത്രനെ ഞെരുക്കുകയാണ് അല്ലെ. അതായത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വികസിക്കും തോറും യുറീത്രയെ ഞെരുക്കി കൊണ്ടുപോവാണ്. അപ്പൊ ആ ഞെരുക്കി കൊണ്ടുപോകുമ്പോ യൂറിൻ അതിന്റെ ഉള്ളിൽ കൂടെ പോവാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ പ്രത്യേകിച്ച് ഇത് പറയുകയാണെങ്കിൽ രാത്രിയിലൊക്കെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ പോലും വരുന്നുണ്ട് എന്നുള്ളതാണ്. ചില ആളുകൾക്ക് പിന്നെ പമ്പേഴ്സ് ഉപയോഗിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. വയസ്സായ ആളുകൾക്കൊക്കെ പമ്പേഴ്സ് കെട്ടിക്കൊടുക്കുന്ന അവസ്ഥ. അതായത് ഉറക്കം പോവാണ്, ആ വീട്ടിലുള്ള ആളുകളുടെ ഉറക്കം പോവാണ്, ആ വ്യക്തിയുടെ ഉറക്കം പോവാണ്. അപ്പൊ രാത്രിയിലാണ് പ്രത്യേകിച്ചും നമുക്ക് ഉറക്കം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ മൂത്രം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പോ അതുപോലെ തന്നെ മൂത്രം പൂർണ്ണമായിട്ടും പോയിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ ഒന്നും ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. ഇനിയും മൂത്രമൊഴിക്കാൻ പോകുന്നുണ്ട്, ഇനിയും മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട് എന്നുള്ള ആ ഒരു തോന്നല് അല്ലെ, അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ മൂത്രാശയം വീർത്ത് വരുന്നൊരവസ്ഥ. ഇപ്പൊ മൂത്രം ഇങ്ങനെ കെട്ടി നിന്ന് കഴിഞ്ഞാല് നമുക്ക് അടിവയറ് വേദന വരും. അപ്പൊ പിന്നെ മൂത്രമൊഴിക്കാൻ പോകണം തോന്നും. പിന്നെ ഇതിങ്ങനെ ഒറ്റി പോകുന്ന ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ നമുക്ക് പെയിന് വരിക. അതായത് മൂത്രം ഒഴിക്കുമ്പോൾ നല്ല വേദന വരും. പിന്നെ നമ്മളെ മൂത്രം തന്നെ എന്താണ്, ഒരു ചൂടുള്ള ഇതായിരിക്കും അല്ലെ, ഒരു ചൂടുള്ള വെള്ളത്തിന്റെ ആ ഒരു ഇതായിരിക്കും നമ്മളെ മൂത്രം പോകുന്നത്. അപ്പൊ അതിന് ചൂട് കൂടുതലായിട്ട് വരാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് ചൂട് കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഓരോ തുള്ളികളായിട്ട് ഒറ്റിച്ചാടുക. ഒരു തുള്ളി ഒറ്റും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു തുള്ളി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എത്രത്തോളം അവര് സഹിക്കുന്നുണ്ടാവും. വയസ്സായ ആളുകളാണ് തീരെ പറയാൻ മടിക്കുന്നത്. ഈ പറയാൻ മടിക്കുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഇത് കൂടുതലായിട്ട് വഷളായി കൊണ്ടിരിക്കുന്നത്.
അപ്പൊ വയസ്സായ ആളുകൾക്ക് നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മളത് ചോദിച്ചറിയണം. കാരണം നമ്മളൊക്കെ വെസ്റ്റീജിയൻസ് ആണ്, നമുക്ക് ഇഷ്ടംപോലെ സപ്ലിമെന്റ്സും കാര്യങ്ങളും ഉണ്ട് അല്ലെ. ഭക്ഷണമാണ് എന്ത് ഔഷധം. അപ്പൊ ആ ഒരു ഭക്ഷണം കഴിക്കണം, ഭക്ഷണത്തിലാണ് ഔഷധം ഉള്ളത്. അതായത് നമ്മളെ മന്തിയും അൽഫാമും ഷവായും ഷവർമ എല്ലാം കേട്ടോ പറയുന്ന ആ ഭക്ഷണം, അതായത് പോഷകാഹാരം നമ്മൾ കഴിക്കുക. ആ പോഷകാഹാരത്തിലൂടെയാണ് നമ്മളുടെ പിന്നെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് പറ്റുന്നത്. അപ്പൊ ആരോഗ്യമാണ് സമ്പത്ത്, ഭക്ഷണമാണ് ഔഷധം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല ഭക്ഷണങ്ങൾ, പോഷകാഹാരങ്ങൾ, വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനൊന്നും ഒരു പ്രശ്നങ്ങളും വരൂല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ പ്രത്യേകമായിട്ട് ചിലപ്പോൾ ഡോക്ടറെ കാണിക്കേണ്ട ഒരു അവസ്ഥ വരും. ആ ഡോക്ടറെ കാണിക്കേണ്ട അവസ്ഥ വരുന്നത് എപ്പോഴാണ്? അത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് രക്തം കലർന്ന മൂത്രം വരും. മൂത്രത്തിലൂടെ രക്തം കലർന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ പോയിട്ട് കാണിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടിക്കടി ഈ രക്തം വരുന്നതോട് കൂടി തന്നെ നല്ല പനി ഉണ്ടാവും. അതുപോലെ തന്നെ വേദന, അടിവയറ് വീങ്ങി വരുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേഗം പോയിട്ട് ഡോക്ടറെ കാണിക്കണം. അപ്പൊ ഈ ഒരു ഡോക്ടറെ കാണിക്കുമ്പോൾ അതിന് പിന്നെ വിദഗ്ധമായ ഡോക്ടർമാരെ, നല്ല ഡോക്ടർമാരെ, യൂറോളജിസ്റ്റിനെ നമ്മൾ കാണിക്കാം. യൂറോ സർജൻമാരെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇങ്ങനത്തെ പ്രശ്നം കൂടുതലായാൽ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ യൂറിൻ ഫ്ലോ ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സിസ്റ്റോസ്കോപ്പിക് സർജറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ട്. ആ ഒരു ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു ടെസ്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് എന്താണ്, നമ്മളെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് അതിന് ക്യാൻസർ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ ക്യാൻസറിന്റെ ആ ഒരു ഇതിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പിന്നെ യൂറിനിലൂടെ ബ്ലഡ് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് വരുന്നത് അല്ലെ. അപ്പോ ഈ ഒരു ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ട്. അതുപോലെ യൂറിൻ ഫ്ലോ ടെസ്റ്റ്, അതായത് നമുക്ക് യൂറിൻ എത്രത്തോളം ഫോഴ്സിൽ പോകുന്നുണ്ട് എന്നുള്ള അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പോ ഇതിന്റെ അതായത് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തിന് എത്രമാത്രം ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് കൂടിയാണ് നമുക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും? നമ്മളുടെ കമ്പനി നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു സപ്ലിമെന്റ് ഇറക്കി തന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് കെയർ എന്നുള്ള ആ ഒരു സപ്ലിമെന്റ്. ഈ ഒരു പ്രോസ്റ്റേറ്റ് കെയറിനെ കുറിച്ചിട്ട് എനിക്ക് അറിയാൻ സാധിച്ചത്, എന്റെ ഹസ്ബൻഡിന് ഇങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ യൂറിൻ ഇടയ്ക്ക് ഇങ്ങനെ ഒറ്റിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാനും പറഞ്ഞു, നിങ്ങൾക്ക് തോന്നുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു വെസ്റ്റീജിലേക്ക് വന്നിട്ട് ഏകദേശം 3 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സപ്ലിമെന്റിനെ കുറിച്ചിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേൾക്കാനോ ഒന്നും ഞാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ക്ലാസ്സുകൾ കേൾക്കാൻ പറയുമ്പോൾ ഞാൻ അതിൽ നിന്നും പിന്മാറുകയായിരുന്നു ചെയ്തിരുന്നത്. ഓരോ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം നമ്മളെ വീട് തന്നെ ഒരു ഹോസ്പിറ്റൽ പോലെ ആയിരുന്നു. ഒരുപാട് പേഷ്യൻസ്, ഉമ്മ ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു, മക്കള് മാസം തികയാതെ പ്രസവിച്ച മക്കളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കൾക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും എപ്പോഴും ശ്വാസം മുട്ട്, ആംബുലൻസ് ഒക്കെ വിളിച്ച് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ നമ്മളെ വീട് തന്നെ ശരിക്കും ഒരു ക്ലിനിക്ക് പോലെ ആയി മാറിയിരുന്നു. അങ്ങനെ എന്നെ ഇത് പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് എന്നെ ഇത് പരിചയപ്പെടുത്തി തന്നത്. എന്റെ അയൽവാസി എന്നെ പരിചയപ്പെടുത്തി തരുമ്പോൾ എനിക്ക് ഇതിനോടൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ ഒരുപാട് കമ്പനികൾ ഉണ്ടാവും, അപ്പൊ അതൊക്കെ പൊട്ടിപ്പോകുന്നതാണ്. എനിക്ക് ആളെ ചേർത്താനോ കാര്യങ്ങളൊന്നും എനിക്ക് ടൈമില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നും പോരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പിന്നെ അലോപ്പതി മെഡിസിൻസ്, അതായത് ഇപ്പൊ മോഡേൺ മെഡിസിൻസിന്റെ കാലാണല്ലോ, ആ മോഡേൺ മെഡിസിൻസ് കഴിച്ചിട്ട് പോലും ഇത് മാറാത്തത് എങ്ങനെയാണ് ഈ സപ്ലിമെന്റ്സ് കൊണ്ട് മാറുന്നത് എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കമ്പനി യൂസ് ദ പ്രോഡക്ട്സ് ഷെയർ ദ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് അലർജി പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ PCOD പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2 തവണ സിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ 2 തവണ സിസ്റ്റുകൾ റിമൂവ് ചെയ്തു. 3-ാമത്തെ തവണ സിസ്റ്റ് വന്നപ്പോഴാണ്
എനിക്ക് നല്ല പെയിൻ ആയിരുന്നു, വയറുവേദന ഉണ്ടായിരുന്നു. 3 ദിവസം മെഫ്തല്, പാരസെറ്റമോള്, സൈക്ലോബാം, ഇതിൽ ഏതെങ്കിലും ഒന്ന് കഴിച്ചിട്ടായിരുന്നു ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പീരിയഡ്സ് ടൈമിൽ. അപ്പൊ ഇതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയപ്പോഴാണ് ഞാന് അങ്ങനെ പെട്ടെന്ന് ഉമ്മാന്റെ മരണം സംഭവിച്ചു. ഉമ്മാന്റെ മരണം സംഭവിച്ചതിന് ശേഷമാണ് എനിക്ക് ശ്വാസം മുട്ടൊക്കെ കൂടുതലായി. അങ്ങനെ ഞാൻ നമ്മുടെ റെസ്പോ കെയർ ഉപയോഗിച്ചു തുടങ്ങി. ആ റെസ്പോ കെയർ ഉപയോഗിച്ചതാണ് എന്റെ ഈ ഒരു സ്റ്റേജിലേക്ക് മാറ്റിമറിക്കാനുള്ള ഒരു കാരണം കൂടി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്രയും നല്ല സപ്ലിമെന്റ് ആണെന്നുള്ളത് മനസ്സിലാതെ യൂസ് ചെയ്തപ്പോൾ മാത്രമാണ്. അപ്പൊ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യാൻ തയ്യാറാവണം. മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് അല്ല നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടുകളാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് അതിനോടൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ, നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ പ്രോഡക്ട്സുകൾ നമ്മൾ യൂസ് ചെയ്യണം. ഏത് പ്രോഡക്ട്സ് ആയിക്കോട്ടെ, സോപ്പ് ആയിക്കോട്ടെ, പേസ്റ്റ് ആയിക്കോട്ടെ, ചായ ആയിക്കോട്ടെ, ഓയിൽ, നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ ആയിക്കോട്ടെ, ഏത് പ്രോഡക്ട്സ് ആയാലും നമ്മളത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കതിന്റെ റിസൾട്ട് നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് ഒരാളോട് സംസാരിക്കാൻ പാടുള്ളൂ. അല്ലാതെ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ആ റിസൾട്ട് പറയുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആണ് നമ്മുടെ റിസൾട്ടുകൾ നമ്മൾ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ എന്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എന്റെ കയ്യിൽ ഒരു ചെറിയൊരു കാറ്റലോഗ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വെസ്റ്റീജിനെ കുറിച്ചിട്ട് പഠിക്കാനൊന്നും ഞാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സപ്ലിമെന്റ്സുകൾ ഇങ്ങനെ ഉപയോഗിച്ചു, എനിക്ക് റിസൾട്ടുകൾ കിട്ടി. എൻ്റെ ടൈമിലുള്ള വേദനകൾ മാറിയപ്പോൾ ഹസ്ബൻഡിന് ഷുഗർ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിന് ഈ ഒരു യൂറിന്റെ പ്രോബ്ലം വന്നപ്പോൾ ഞങ്ങൾ കോട്ടക്കൽ മിംസിൽ പോയി ഡോക്ടറെ കാണിച്ചു. യൂറോ സർജനെയാണ് കാണിച്ചത്. ആ യൂറോ സർജനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 മാസത്തേക്ക് മെഡിസിൻ എഴുതി തന്നു. ആ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ അവർക്ക് തല കറങ്ങാണ്. അതായത് മോഡേൺ മെഡിസിൻ ഒന്നും അങ്ങനെ കഴിക്കാത്തൊരു വ്യക്തിയാണ്. ആയുർവേദിക് ആണെങ്കിൽ എന്ത് കയ്പുള്ളതാണെന്നുണ്ടെങ്കിലും അവർ കഴിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മോഡേൺ മെഡിസിൻ കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും അവർക്ക് തലകറക്കം തുടങ്ങി. അങ്ങനെ തലകറക്കം തുടങ്ങിയപ്പോൾ വീണ്ടും ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. ആ ഡോക്ടർ പറഞ്ഞു ഗുളിക മാറ്റി തന്നു, അതായത് മെഡിസിൻ മാറ്റി തന്ന് വീണ്ടും അതേ അവസ്ഥ തന്നെ. ഇങ്ങനെ കിടക്ക് തന്നെ. ആ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണാണ്. ആ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുള്ള പ്രശ്നം കൊണ്ടാണ് ഈ മെഡിസിൻ കഴിക്കുന്നത്. ആ മെഡിസിന്റെ കൂടെ 3-4 മെഡിസിനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് റാണി ടെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിനും നമുക്ക് ഗ്യാസിന്റെ പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതൊരു മെഡിസിൻ കഴിക്കുമ്പോഴും നമ്മളൊരു പനി വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് മോഡേൺ മെഡിസിന്റെ കൂടെ എന്ത് കഴിക്കാൻ തരുന്നുണ്ട്, അതായത് ഗ്യാസിന്റെ ഒരു ഗുളിക നമുക്ക് തരുന്നുണ്ട്. അതെന്തിനാണ്? ഈ ഗുളികയിൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതായത് നമ്മളുടെ ശരീരത്തൊക്കെ ബാധിക്കും. നമ്മൾ പനിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പാരസെറ്റാമോൾ കൊണ്ട് തന്നെ നമുക്ക് ആ പനി മാറും. പക്ഷെ അതിന്റെ പുറമെ ഒരു 5 അസുഖങ്ങളും നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് ആ പാരസെറ്റാമോൾ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരാളും ചിന്തിക്കുന്നില്ല. അവനവന്റെ ശരീരത്തെ കുറിച്ചിട്ട് ആരും ചിന്തിക്കാത്തത് കൊണ്ടാണ് അസുഖങ്ങൾ കൂടുതലായിട്ട് നമുക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവനവന്റെ അസുഖം വന്നു കഴിഞ്ഞാൽ ഓരോ കണ്ണ് പോകുമ്പോഴാണ് കണ്ണിന്റെ കാഴ്ച അറിയുള്ളൂ എന്ന് പറയും പോലെ നമ്മളുടെ ഓരോ അവയവം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ആ അവയവത്തെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളെ അവയവത്തെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം. ബോധവൽക്കരന്മാരായിട്ടിരിക്കണം നമ്മള്. അതായത് എന്റെ കണ്ണ് കൊണ്ട് എന്താണ് പറ്റുന്നത്? കാഴ്ച അല്ലെ, ഒരാളെ കാണാൻ മാത്രമേ നമ്മളെ സാധിക്കുന്നുള്ളൂ കണ്ണുകൊണ്ട്. അപ്പൊ ഓരോ അവയവങ്ങൾക്കും ഓരോ ധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ധർമ്മത്തെ കുറിച്ചിട്ട് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ആ ചിന്തിക്കാത്തത് കൊണ്ടാണ് കണ്ണിന്റെ കാഴ്ച നമുക്ക് വെസ്റ്റീജിയൻസ് ആയ എല്ലാ ആളുകളും എന്ത് കഴിക്കണം? ഐ സപ്പോർട്ട് കഴിക്കണം, വൈറ്റൽ കോംപ്ലക്സ് കഴിക്കണം. അതെന്തുകൊണ്ടാണ്? നമുക്ക് അധികം യൂസ് വരുന്നത് നമ്മളെ മൊബൈലിലാണ് അല്ലെ. നമ്മളെ കണ്ണുകൊണ്ട് യൂസ് ചെയ്യുന്നത് അധികം മൊബൈലിലേക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ കാഴ്ചശക്തി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഒരു 30 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും സപ്ലിമെന്റിലേക്ക് മാറണം. കാരണം പോഷകാഹാരങ്ങൾ നമുക്കിന്ന് കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡിന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ അവിടെ രണ്ടാമത് വീണ്ടും പോയി അവിടെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റോസ്കോപ്പി സർജറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഭയങ്കര വേദനാജനകരമായിട്ടുള്ള ഒരു ടെസ്റ്റാണത്. ആ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, അതായത് നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഭാവിയിൽ നിങ്ങൾക്ക് ഒരു സർജറി വേണ്ടി വരും. ആ ഒരു സർജറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതായത് ഈ ഒരു പ്രശ്നം കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. മെന്റൽ പ്രോബ്ലം നമുക്ക് വരാൻ സാധ്യത ഉണ്ട്. ദാമ്പത്യ ജീവിതം തന്നെ തകർന്നു പോവാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ
നമുക്ക് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ എന്റെ കയ്യിലൊരു ഇതിന്റെ അതായത് നമ്മുടെ സപ്ലിമെന്റ്സുകളുള്ള ഒരു കാറ്റലോഗ് ഉണ്ടായിരുന്നു. 5 രൂപയ്ക്ക് കിട്ടുന്ന ഒരു കാറ്റലോഗ് ആയിരുന്നു അന്ന് എന്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അതിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് പറ്റുന്ന എന്തെങ്കിലും ഇതിലുണ്ടോ എന്ന് നോക്കി. അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് പ്രോസ്റ്റേറ്റ് കെയർ എന്നുള്ള ഒരു സപ്ലിമെന്റിനെ കുറിച്ചിട്ട് എനിക്ക് കാണാൻ സാധിച്ചത്. അതായത് ചെറിയൊരു വിവരണം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഹസ്ബൻഡിന് വാങ്ങിച്ചു കൊടുത്തു. ആ വാങ്ങിച്ചു കൊടുത്ത് 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചെറുതായ റിസൾട്ട് വരാൻ തുടങ്ങി. അങ്ങനെ 1 മാസം കഴിച്ചപ്പോഴേക്കും അതിന് ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തി എന്ന് തന്നെ പറയാൻ പറ്റുമെന്നുള്ളതാണ്. അതിൽ എനിക്ക് നല്ലൊരു വിശ്വാസം വന്നു. അങ്ങനെയാണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് കെയറിനെ കുറിച്ചിട്ട് ഞാൻ പഠിക്കാന് പിന്നെ അധികമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു റിസൾട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ ആ ഒരു എന്താണെങ്കിലും കഴിച്ചത് എന്താണോ നമ്മൾ യൂസ് ചെയ്തത് അതിനെ കുറിച്ചിട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാവുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പഠിക്കാൻ തയ്യാറായപ്പോൾ എനിക്ക് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു യൂറിൻ പ്രോബ്ലം ഉള്ളതിനെ നമുക്ക് തടഞ്ഞു നിർത്താനും ആരോഗ്യം സംരക്ഷിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസ്റ്റേറ്റ് കെയർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കട്ടോ. അതായത് ഈ പ്രോസ്റ്റേറ്റ് കെയറിൽ 8ഓളം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതായത് 8 ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ ആയുഷാന്റെ കാറ്റഗറിയിലുള്ള പ്രോഡക്ട്സിൽ മാത്രമാണ് നമുക്ക് എന്തുള്ളത്, കുറച്ച് ഇൻഗ്രീഡിയൻസ്, അതായത് ആയുർവേദിക് കൂട്ടുകളോട് കൂടിയിട്ട് അടങ്ങിയ പ്രോഡക്ട്സുകൾ വരുന്നത് ആയുഷാന്റെ കാറ്റഗറിയിൽ മാത്രമാണ് അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അതായത് അതിലെ ഇൻഗ്രീഡിയന്റ് ആയ പുനർനവ, വരുൺ, ശതാവരി, ഗോക്ഷുര, കാഞ്ചനാറ്, ശിലാചിതു, ഗോക്ഷുര, അപരചിത, സുപാരി എന്നിങ്ങനെ 8ഓളം ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളുടെ ഈ ഒരു പ്രോസ്റ്റേറ്റ് കെയറിൽ അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഓരോന്നിനെ കുറിച്ചിട്ടും വിശദമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് നമ്മുടെ ഈ ഒരു പുനർനവ എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് നമ്മൾ ഒരൊറ്റ ക്യാപ്സൂളിൽ 75 മില്ലിഗ്രാം ആണ് ചേർത്തിട്ടുള്ളത്. പുനർനവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനർജനിപ്പിക്കുന്നവ എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ വ്യാഖ്യാനം വരുന്നത് കേട്ടോ. അതായത് തഴുതാമയാണ് നമുക്ക് ഇതിന്റെ എന്താ പറയാ, അതായത് പുനർനവ എന്ന് പറയുന്നത് നമുക്ക് സംസ്കൃതത്തിലുള്ള ഒരു പേരാണ് കേട്ടോ. പുനർനവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനർജനിപ്പിക്കുന്നവ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അതായത് തഴുതാമയില, ഇത് ആയുർവേദത്തിൽ തന്നെ ഭയങ്കര ഒരു ഔഷധമായിട്ടാണ് നമ്മളിതിനെ കാണപ്പെടുന്നത്. അപ്പൊ ഇതിൽ 75 മില്ലിഗ്രാം ഇതിൽ ചേർക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ക്യാപ്സൂള് 60 ക്യാപ്സൂളിൽ നിന്നും ഒരൊറ്റ ക്യാപ്സൂളിൽ നമുക്ക് പുനർനവ 75 മില്ലിഗ്രാം ചേർക്കുന്നുണ്ട്. അത് ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ വേദനകൾ കുറയ്ക്കാന്, അതായത് ഇപ്പൊ യൂറിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബ്ലാഡർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ വേദനകൾ ഉണ്ടാവും. ആ വേദന കുറയ്ക്കാന്, ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, സ്ട്രെസ് കുറയ്ക്കാന്, ലിവറിന്റെ ആരോഗ്യം സംരക്ഷിക്കാന്, അതായത് വേദന കുറയ്ക്കാനും ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും സ്ട്രെസ് കുറയ്ക്കാനും ലിവറിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും കിഡ്നി പ്രോബ്ലം തടയാനും അപസ്മാരം തടയാനും എന്തിന് കഴിവുണ്ട്? ഈ ഒരു തഴുതാമ ഇലയ്ക്ക് കഴിവുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിന്റെ വെയിറ്റ് മാനേജ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻലാർജ്മെന്റിന്റെ സാധ്യത ഇല്ലാതാക്കാനും പുനർവന സഹായിക്കുന്നുണ്ട്. നമ്മളുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ അമിത വളർച്ച ഇല്ലാതാക്കാനും യൂറിൻ നേരെ പോവാനും എന്ത് സഹായിക്കുന്നുണ്ട്? നമ്മളുടെ ഈ ഒരു പുനർനവ എന്ന് പറയുന്ന തഴുതാമ ഇല, അതായത് നമ്മളുടെ മുറ്റത്തൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് അല്ലെ, ചെടിയല്ല, ഒരു ആയുർവേദിക് ഒരു പുല്ല് പോലെ അല്ലെ, അങ്ങനെ വളർന്നു വരുന്ന, എന്റെ വല്യമ്മൊക്കെ കാണാം, ഇത് ചീര പോലെയാണ് അല്ലെ, നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അത് കറി വെച്ചിട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രയും ഫലമാണ് എന്തിനുള്ളത്?
നമ്മുടെ തഴുതാമ ഇലയ്ക്ക് നമ്മൾ കാണാതെ പോകുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ അല്ലെ. എത്രത്തോളം ഔഷധ ഗുണങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോ ഓരോ ആളുകളുടെ അടുത്തുനിന്നും ഓരോ അറിവുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതിന്നൊക്കെ മനസ്സിലാവുന്നത് അല്ലെ. അപ്പോ ഈ ഒരു തഴുതാമ ഇലയ്ക്ക് ഇത്രയും കഴിവുകളുണ്ട്. അതുകൊണ്ടാണ് ഏതിൽ ചേർത്തിട്ടുള്ളത്, ഈ പ്രോസ്റ്റേറ്റ് കെയർ എന്നുള്ള ആ ഒരു സപ്ലിമെന്റിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അടുത്തതാണ് വരുൺ. വരുൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീർമാതളം എന്നാണ് കേട്ടോ. അതായത് ഒരു ബെസ്റ്റ് ബ്ലഡ് പ്യൂരിഫിക്കേഷനും കൂടിയാണ് നമ്മളുടെ വരുൺ എന്ന് പറയുന്ന നീർമാതളം. നമ്മളൊക്കെ പിന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. നമ്മള് ഫ്രൂട്ട്സ് കടയിലൊക്കെ ഉണ്ടാവും നീർമാതളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ആ ഒരു നാരങ്ങ അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഗുണം പിന്നെ എന്തുണ്ട് എന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. എത്രത്തോളം ഗുണം ഇതിലുണ്ട് എന്നുള്ളത് പറഞ്ഞു തരാം. ഇത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. അതും നമുക്ക് 125 മില്ലിഗ്രാം ആണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത്. അതായത് പുനർനവ ചേർക്കുന്നത് 75 മില്ലിഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വരുൺ അതായത് നീർമാതളം ചേർക്കുന്നത് 125 മില്ലിഗ്രാം ആണ്. അപ്പൊ അത് ഒരു ബെസ്റ്റ് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഹെർബും കൂടിയാണ് നമ്മുടെ ഈ ഒരു നീർമാതളം എന്ന് പറയുന്നത്. ഇത് നമുക്ക് പച്ചക്ക് ഒറ്റക്ക് കഴിക്കും ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്തിലുണ്ട്, നമ്മളുടെ ഈ ഒരു പ്രോസ്റ്റേറ്റ് കെയർ എന്നുള്ള ആ ഒരു സംഭവത്തിലുണ്ട് എന്നുള്ളതാണ്. ഇത് അതുപോലെ തന്നെ നമ്മളെ അസഹ്യമായ വേദനകൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, യൂറിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിന് വേദന ഉണ്ടാവും. ആ വേദന കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ അമിത വളർച്ച, അതായത് ഇതിന്റെ അമിത വളർച്ച ഉണ്ടാവുമ്പോഴാണ് യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുന്നത്. അപ്പൊ ഇതിന്റെ അമിത വളർച്ച കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിന്റെ വെയിറ്റ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇതിനെ കുറിച്ചിട്ട് പഠിച്ചാൽ മാത്രമാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റിന്റെ ഓരോന്നിന്റെ ഗുണങ്ങൾ അറിയുമ്പോൾ മാത്രമേ നമ്മൾ സപ്ലിമെന്റുകളൊക്കെ കഴിക്കാൻ തയ്യാറാവുള്ളൂ. ആദ്യം നമ്മൾ സപ്ലിമെന്റുകൾ എന്താണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അല്ലെ. അതായത് പോഷകാഹാരമാണ് നമ്മൾ കഴിക്കുന്നത്, മരുന്നല്ല. പല ആളുകളും ഇത് ക്യാപ്സൂള് രൂപത്തിൽ വരുമ്പോൾ മരുന്നാണ് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ആരും കഴിക്കാതെ വരുന്നത്. ഇത് പോഷകാഹാരം മാത്രമാണ്. ചില ആളുകൾ ചോദിക്കും 3 മാസം കഴിച്ചിട്ട് ഞാൻ നിർത്തിക്കോട്ടെ ചോദിക്കാറുണ്ട്. ചില ആളുകൾ 6 മാസം പറഞ്ഞു കൊടുക്കാറുണ്ട്. 6 മാസം എന്നുള്ളത് നമ്മൾ ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഓരോ പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ. അപ്പോ ഇത് നമ്മൾ കാര്യഗൗരവമായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതായത് ആരോഗ്യം സംരക്ഷിക്കാൻ വേറൊരാളും വരൂല, നമ്മൾ തന്നെ സംരക്ഷിക്കണം നമ്മുടെ ആരോഗ്യം. നമ്മളെ ആരോഗ്യം നമ്മൾ തന്നെ സംരക്ഷിക്കുക. മറ്റുള്ള ഒരാൾ പറഞ്ഞു തരാനേ നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലെ. സഹിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ആരോഗ്യത്തെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ അറിവുകളും ചെറുതല്ല എന്നുള്ളതാണ്. എത്രയോ അറിവുള്ള ആളുകൾ ഇതിലുണ്ടായിരിക്കാം, എന്നെക്കാളും കൂടുതൽ അറിവുള്ള ആളുകൾ ഇതിലുണ്ടായിരിക്കാം. പക്ഷെ ഓരോ ചെറിയ ആളുകളിൽ നിന്നാണെങ്കിലും വലിയ ആളുകളിൽ നിന്നാണെങ്കിലും അറിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അറിവ് തന്നെയാണ്. പക്ഷെ അത് അറിവുകൾ മാത്രം പോരാ, അത് തിരിച്ചറിയും കൂടെ വേണം അല്ലെ. അതായത് തിരിച്ചറിവ് എങ്ങനെ നമുക്ക് ഉണ്ടാവുന്നത്, ഇപ്പൊ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നം വന്ന ഒരാൾക്ക് പ്രോസ്റ്റേറ്റ് കെയർ എന്ന് ഉള്ള സപ്ലിമെന്റ് നമ്മൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് അതിന് റിസൾട്ട് കിട്ടുള്ളൂ. പറഞ്ഞു കൊടുത്താൽ അത് വിവരം, അതായത് ആ ഒരു അറിവ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ അല്ലെ. അത് ഉപയോഗിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്, അതൊരു തിരിച്ചറിവായിട്ട് മാറുന്നുണ്ട് അല്ലെ. അപ്പോ ഇതിനൊക്കെ സഹായിക്കാൻ ആർക്ക് കഴിവുണ്ട്, വരുൺ അല്ലെ. വരുൺ എന്ന് പറഞ്ഞ നീർമാതളത്തിന് കഴിവുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ശതാവരി. ശതാവരി നമുക്ക് 50 മില്ലിഗ്രാം അതിൽ ചേർക്കുന്നുണ്ട്. അതായത് ഒരൊറ്റ ക്യാപ്സൂളിലാണ് പറയുന്നത് കേട്ടോ. ഒറ്റ ക്യാപ്സൂളിൽ നമുക്ക് എന്ത് ചേർക്കുന്നുണ്ട്, 50 മില്ലിഗ്രാം ശതാവരി ചേർക്കുന്നുണ്ട്. ഈ ശതാവരിയുടെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഇത് ഫീമെയിൽ ടോണിക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് 100 വേരുകൾ ഉള്ളവ എന്നുള്ളതും കൂടെ ഇതിനറിയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ഒക്കെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾക്ക് അപ്പുറമാണ് എന്നുള്ളതാണ്. അത്രയും ഗുണങ്ങളാണ്. അതായത് ചില ആളുകളുടെ ഒരു ഇതുണ്ട്, സ്ത്രീകൾക്ക് മാത്രം കഴിക്കാൻ പറ്റുന്നതാണ് ഈ ശതാവരി എന്ന് പറയുന്നത്. അതായത് പുരുഷന്മാർക്കും ഓവറായിട്ട് അവർക്ക് വിയർപ്പ് കാര്യങ്ങൾ ഉണ്ടാവുക, ഭയങ്കര ചൂട് അനുഭവപ്പെടുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ശതാവരി കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രോബ്ലം നമുക്കില്ല. അതായത് സപ്ലിമെന്റ്സ് അല്ലേ, സപ്ലിമെന്റ്സ് കഴിക്കുന്നത് കൊണ്ട് നമുക്കൊരു പ്രശ്നം വരുന്നില്ല. അത് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ആരും മരണപ്പെടുകയൊന്നും ചെയ്യൂല കേട്ടോ. ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഇൻഗ്രീഡിയന്റ്
ഇൻഗ്രീഡിയന്റ് ഇതിൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ, പുരുഷന്മാർക്ക് കഴിക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസ്റ്റേറ്റ് കെയറിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ലല്ലോ. അപ്പോ സ്ത്രീകളുടെ ഹോർമോൺ പ്രശ്നങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഹോർമോണിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ശതാവരി കിഴങ്ങിന്റെ എക്സ്ട്രാക്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതായത് ശതാവരി കിഴങ്ങ് ഇപ്പൊ മുലയൂട്ടുന്ന അമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ പാലില്ലാത്തൊരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ പാലുണ്ടാവാനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് ആണ് നമ്മുടെ ശതാവരി കിഴങ്ങ് എന്ന് പറയുന്നത്. അതായത് ശതാവരി മാക്സ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കട്ടോ. അപ്പൊ ശതാവരിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡിലെ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഫെർട്ടിലിറ്റി, അതായത് നമ്മുടെ പിന്നെ ഫെർട്ടിലിറ്റി യൂറിനേഷൻ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. പ്രോസ്റ്റേറ്റിലെ എൻലാർജ്മെന്റിന്റെ അമിത വളർച്ച ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഗുണങ്ങൾ മാത്രമൊന്നല്ല, ഒരുപാട് ഗുണങ്ങൾ നമ്മളെ ശതാവരി കിഴങ്ങിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ പുരുഷന്മാർക്ക് കൊടുത്തുകൊണ്ടും ഒരു പ്രശ്നമില്ല. പുരുഷന്മാർക്ക് സ്ട്രെസ് അനുഭവപ്പെടും, സ്ട്രെയിൻ അനുഭവപ്പെടും അല്ലെ. അതായത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ വരും, ഭയങ്കര ചൂട് കൂടുതലായിരിക്കും, ഒരു പിന്നെ എന്താ ചെയ്യണ്ടേ എന്നുള്ള ഒരു അവസ്ഥ അല്ലെ. ബാത്റൂമിൽ പോവുക വരിക. ഇപ്പൊ മുസ്ലിം ഒരു ജനതയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പള്ളിയിലൊക്കെ പോവാനുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പൊ ഒരു നിസ്കാര ടൈമിൽ ബാത്റൂമിൽ പോവുക, വീണ്ടും വരിക, ബാത്റൂമിൽ പോവുക, വീണ്ടും വരിക, ഒന്നു എടുക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അമ്പലത്തിൽ പോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ യൂറിൻ ഇങ്ങനെ ഒറ്റി പോകുന്ന ഒരു അവസ്ഥ വരുമ്പോ നിങ്ങളും ചിന്തിച്ചു നോക്കി, നമ്മളുടെ തന്നെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഒരു യാത്ര പോവാണ്, ആ യാത്ര പോകുമ്പോ നമുക്ക് പിന്നെ മൂത്രയിക്കാൻ മുട്ടി. അപ്പൊ നമ്മൾ ചില പമ്പുകളിലൊക്കെ നിർത്തും അല്ലെ. പെട്രോൾ പമ്പുകളിലൊക്കെ നിർത്തുന്നത് എന്തിനാണ്? നമുക്ക് യൂറിൻ പാസ് ചെയ്യണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പിടിച്ചു നിൽക്കാൻ ഒരിക്കലും കഴിയില്ല അല്ലെ. പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് വരും. അപ്പൊ യൂറിൻ ഒറ്റു പോകുന്ന അവസ്ഥ വരും. അതുപോലെ ഒരു ചുമ വന്നു കഴിഞ്ഞാൽ ഒറ്റ പോകുന്ന അവസ്ഥ വരുന്നുണ്ട്. അതുപോലെ തുമ്മൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ പോകുന്ന അവസ്ഥ വരുന്നുണ്ട്. അതൊക്കെ ബ്ലാഡറിനൊക്കെ വേണ്ട ഗ്രോത്തുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ നമുക്ക് ലേഡീസിനും വരുന്നുണ്ട്, യൂറിൻ പോകുന്ന പ്രശ്നം വരുന്നുണ്ട്. അത് ബ്ലാഡറിന് ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ട് വരുന്നതാണ്. അപ്പൊ ബ്ലാഡറിന് ഗ്രോത്ത് ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ക്രാൻബെറി കഴിക്കാൻ പറ്റും. ക്രാൻബെറി കഴിച്ചു കഴിഞ്ഞാൽ ലേഡീസിന് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ജെന്റ്സിനും കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. ക്രാൻബെറി നമുക്ക് കഴിക്കാം, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ക്രാൻബെറിയുടെ ജ്യൂസ് കിട്ടുന്നുണ്ട് അല്ലെ. നമ്മുടെ പിന്നെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെയാണ് അധികം ആ ഒരു ജ്യൂസ് കാര്യങ്ങളൊക്കെ കാണപ്പെടുന്നത്. അപ്പൊ ജ്യൂസിന്റെ ഗുണങ്ങളെല്ലാം നമ്മളുടെ ആ ഒരു ഒറിജിനൽ സപ്ലിമെന്റ്, അതായത് ക്യാപ്സൂളിന് വരുന്നത് എന്നുള്ളതാണ്. ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ രാവിലെ ഇപ്പൊ ഒരു ക്രാൻബെറി നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വൈകുന്നേരം ആവുമ്പോഴേക്കും കെട്ടുപോകും അല്ലെ. അപ്പൊ അതിൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് കൂടുതൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് കെമിക്കൽ ആഡ് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ കൃത്രിമ കളറുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെയാണ് ആ ഒരു ജ്യൂസ് കേടുവരാതെ ആ ഒരു ബോട്ടിലായിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജ്യൂസാണ് അതാണ് കുടിച്ചാൽ മതിയല്ലോ എന്നുള്ള ഒരു ചിന്തയിലൂടെ നമ്മൾ ഒരിക്കലും പോകരുത്. അതായത് നമ്മുടെ ക്രാൻബെറിയുടെ ഒറിജിനൽ എക്സ്ട്രാക്റ്റ് ആണ് നമുക്ക് ആ ഒരു പൗഡറായിട്ട് നമ്മൾ ക്രാൻബെറി എന്നുള്ള ക്യാപ്സൂളിൽ നമുക്ക് വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഓരോന്നും നമ്മൾ പെട്ടെന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാതെ ചെയ്യരുത്. അതായത് ചിന്തിക്കാതെ നമ്മൾ പ്രവർത്തിക്കും ചെയ്യരുത്. പ്രവർത്തിക്കാതെ വെറുതെ ഇരുന്ന് ചിന്തിച്ചിരിക്കും ചെയ്യരുത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. ഒരു കാര്യം എന്തെങ്കിലും പറയുമ്പോൾ നമ്മളത് ചിന്തിക്കാതെ പെട്ടെന്ന് പോയിട്ട് അതാണ് പ്രവർത്തിക്കും. ചില ആളുകൾ അങ്ങനെയാണ്, ചില ആളുകൾ പ്രവർത്തിക്കൂല, വെറുതെ ഇരുന്ന് ഇങ്ങനെ. ഇപ്പൊ ക്രാൻബെറി എന്തായിരിക്കും, ക്രാൻബെറിനെ കുറിച്ചിട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അപ്പോഴാണ് നമുക്ക് ആ ചിന്ത ഒഴിവാക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോ അങ്ങനെ നമ്മൾ ചെയ്യാട്ടോ. അപ്പൊ ശതാവരിക്കുള്ള ഗുണങ്ങളാണ് ഈ പറയുന്ന ഗുണങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഏതിലുണ്ട്, ഒരൊറ്റ ക്യാപ്സൂളിലാണ് 50 മില്ലിഗ്രാമാണ് ചേർക്കുന്നത് കേട്ടോ. അടുത്തതാണ് കാഞ്ചനാർ. കാഞ്ചനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിതാരം, ചുവന്ന മന്ദാരം എന്നുള്ളതൊക്കെയാണ് അറിയപ്പെടുന്നത്. ചുവന്ന മന്ദാരം, കോവിതാരം എങ്ങനെയാണ് ഇതിനെ വിളിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ പൂക്കള്, വേരുകള്, തണ്ടുകള്, ഇലകള് എല്ലാം ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മളെ മുറ്റത്തൊക്കെ ഉണ്ടാവും എന്ത്, കോവിതാരം, അതായത് ചുവന്ന മന്ദാരം എന്നുള്ള പറയുന്ന ഒരു വള്ളിയിലാണ് അത് ഉണ്ടാവുന്നത് വള്ളി തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പൊ അതില് ഉണ്ടാവുന്നതാണ് എന്ത്, അതിന്റെ ഇലകളും തണ്ടുകളും വേരുകളും പൂക്കളും കായകളും എല്ലാം എന്താണ്, ഔഷധ ഗുണങ്ങളുള്ളതാണ് എന്നുള്ളതാണ് കേട്ടോ.
ഒന്നും കൂടെ പറയുമെന്നല്ലേ. അതായത് കാഞ്ചനാറ്, കോവിതാരം എന്ന് പറഞ്ഞാൽ ചുവന്ന മന്ദാരം എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഇതിന്റെ ഇലകള്, പൂക്കള്, വേരുകള്, തണ്ടുകള് എല്ലാം ഔഷധ ഗുണങ്ങള് ഉള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഇതിൽ അടങ്ങിയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പിന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ ഒരു സപ്ലിമെന്റ് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഇത് ഉള്ളത് കൊണ്ട് ഹോർമോൺ ബാലൻസിങ്ങിനും ഒബേസിറ്റി, അതായത് പൊണ്ണത്തടി ഉള്ള ആളുകൾക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കോവിതാരം അതിൽ ചേർക്കാനുള്ള, ചുവന്ന മന്ദാരം ഇതിൽ ചേർക്കാനുള്ള ഒരു കാരണം കൂടി. ഒബേസിറ്റിക്ക്, അതുപോലെ തന്നെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾക്ക് കാഞ്ചനാറ് ഇതിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് കെയർ എന്ന് പറയുന്ന ആ ഒരു പേര് പിന്നെ പ്രോസ്റ്റേറ്റ് കെയറിൽ പേര് കേട്ടൊരു ചെടി കൂടിയാണ് എന്ത്, കാഞ്ചനാറ് കേട്ടോ. അപ്പൊ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ നോർമൽ സൈസ് നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ കോശങ്ങളുടെ ഓവർ പ്രൊട്ടക്ഷൻ ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. അതും 50 മില്ലിഗ്രാം ഇതിൽ ചേർക്കുന്നുണ്ട്. ഹോർമോൺ ഇംബാലൻസിനും, ഒബേസിറ്റി, തൈറോയിഡ് പ്രശ്നങ്ങള്, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ നോർമൽ സൈസ് നിലനിർത്താനും ഇതിന്റെ കോശങ്ങളുടെ ഓവർ പ്രൊട്ടക്ഷൻ ഇല്ലാതാക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്, നമ്മുടെ ഈ ഒരു കാഞ്ചനാറ് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 50 മില്ലിഗ്രാം ഒരു ക്യാപ്സൂളിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വെറും ഈ ഒരു പ്രോസ്റ്റേറ്റ് കെയർ ആണ് കഴിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയാ അടങ്ങിയത് എന്നുള്ളതെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പൊ വെറുതെ നമ്മൾ ഇതിൽ എന്തൊക്കെയോ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിൽ എന്താണ് അടങ്ങിയത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തോടെ കഴിക്കാൻ പറ്റും. കാരണം നമ്മുടെ ഉമ്മറത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ചെടികളാണ് ഇതൊക്കെ. നമ്മൾ വെറുതെ തെങ്ങിന്റെ ചോട്ടിലേക്കും മാവിന്റെ ചോട്ടിലേക്കും ഒക്കെ വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ആണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മൾ അതിനെ കുറിച്ചിട്ട് ചിന്തിക്കാത്തത് കൊണ്ടാണ്, അല്ലെ? അതുപോലെ തന്നെ അടുത്തൊരു ഇൻഗ്രീഡിയന്റ് ആണ് ശിലാജിത്. അതായത് ഹിമാലയൻ പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ്. ശിലാജിത് എന്ന് പറയുന്നത്. അതും 50 മില്ലിഗ്രാം ഇതിൽ ചേർക്കുന്നുണ്ട്. ഇത് നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ഔഷധമായിട്ട് തന്നെ ഇത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക്, അൾഷിമേഴ്സ്, അതായത് മറവി രോഗങ്ങൾ ഉണ്ടാവുമല്ലോ, വയസ്സാവും തോറാണ് ഇപ്പൊ കൂടുതലായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മളും മറക്കുന്നുണ്ട്, അല്ലെ? വെസ്റ്റീജൻസ് ആയ ആളുകൾക്കും ഓർമ്മക്കുറവുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ, നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നമ്മളെ മറന്നു പോവാണ്. നമ്മളുടെ ടീം ആ ഒരു ക്ലാസ്, ട്രെയിനിങ്, മീറ്റിംഗ് ഇതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ പേഷ്യൻസിനും കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെ? നമ്മൾ ആരോഗ്യം കൊടുക്കാൻ പോവുകയാണ്. അത് കാരണം നമ്മളെ ആരോഗ്യം ശ്രദ്ധിക്കാതെ ഒരിക്കലും പോകരുത്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് മറ്റുള്ള ആൾക്ക് ഒരു ആരോഗ്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ വാടി കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആദ്യം നിങ്ങൾ സപ്ലിമെന്റ് കഴിച്ചു വരുന്നത് നമ്മളോട് പറയും. അപ്പൊ അതിന് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. നമ്മൾ സപ്ലിമെന്റുകൾ യൂസ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോകാൻ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് സപ്ലിമെന്റ്സുകൾ കഴിക്കുന്നുണ്ട്. അതായത് എല്ലാം ഒരു ദിവസം കഴിക്കൂലെങ്കിലും ഇടയ്ക്കിടയ്ക്കായിട്ട് ഇപ്പൊ ഒരു ഫ്ലാക്സ് ഓയിൽ കഴിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ വേറെ ഏതെങ്കിലും സപ്ലിമെന്റ് ശതാവരി കഴിക്കും. അതിന്റെ കൂടെ രാവിലെ ഞാൻ നോനി നിർബന്ധമായിട്ടും കഴിക്കാറുണ്ട്. അതുപോലെ യാത്രയൊക്കെ പോകുന്ന ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സ്പൈരുലിന 2 കഴിച്ചിട്ടാണ് ഞാൻ പോവാറുള്ളത്. ഒരാൾക്ക് 10 വരെ ഒരാൾക്ക് സ്പൈരുലിന കഴിക്കാം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കമ്പനി നമുക്ക് അസുഖത്തിനുള്ള സപ്ലിമെന്റുകളെല്ലാം നമുക്ക് തന്നിട്ടുള്ളത്, അല്ലെ? അസുഖം ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അസുഖം വന്നിട്ട് ചികിത്സിക്കലല്ല, അസുഖം വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അസുഖം വന്ന ഒരാൾക്ക് വൈറ്റമിൻസിന്റെ മിനറൽസിന്റെ ഒക്കെ കുറവ് മൂലമാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ആ വൈറ്റമിൻസും മിനറൽസും കൂടെ കൊടുക്കുക. നമ്മൾ കഴിക്കുന്ന സപ്ലിമെന്റുകൾ ഒന്ന് ഇരട്ടിയായിട്ട് കഴിക്കും ചെയ്യാം. അപ്പൊ ഒരു 2-3 എക്സ്ട്രാ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നങ്ങളും നമുക്ക് വരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഓരോന്നിന്റെ മിനറൽസുകളും കൂടുതലായി ചെല്ലേണ്ടത് ചെന്നിട്ടില്ല എങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ശിലാജിത് എന്ന് പറയുന്നത് നാഡീ സംബന്ധമായ രോഗങ്ങൾക്ക്, അൾഷിമേഴ്സ് തടയാന് സഹായിക്കുന്നുണ്ട്. അതുപോലെ എനർജി ലെവല് മെയിൻറ്റെയിൻ ചെയ്യാനും, മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും
നമ്മുടെ ഈ ഒരു ശിലാജിത സഹായിക്കുന്നുണ്ട്. സെക്ഷൽ പ്രോബ്ലം തടയാനും ഈ ഒരു ശിലാജിതക്ക് കഴിവുണ്ട് എന്നുള്ളതാണ്. അതായത് നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങള്, അൾസിമേഴ്സ്, എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും മൂത്രാശയ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സെക്ഷൽ പ്രോബ്ലം തടയാനും ഈ ഒരു ശിലാജിതിന് കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 5 ഇൻഗ്രീഡിയന്റ് ആയി നിങ്ങൾ എഴുതി വെച്ചിട്ട് അല്ലെ. 6ാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ഗോക്ഷുര. അതും 50 മില്ലിഗ്രാം ആണ്. ശിലാജിതം 50 മില്ലിഗ്രാം ഇതിൽ ചേർക്കുന്നുണ്ട്. അതായത് ഒരു ചൈനീസ് സസ്യാണ് നമ്മുടെ ഈ ഗോക്ഷുര എന്ന് പറയുന്നത്. ഒരു ചൈനീസ് സസ്യാണ് കേട്ടോ. അപ്പൊ സെക്ഷൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഗോക്ഷുര സഹായിക്കുന്നുണ്ട്. മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സസ്യമാണ് എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ ബോഡിക്ക് നല്ല കൂളിംഗ് എഫക്റ്റ് നൽകാനും നമ്മുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഈ ഒരു ഗോക്ഷുരയ്ക്ക് കഴിവുണ്ട്. അതുപോലെ നമ്മുടെ ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ സംരക്ഷിക്കാനും അതിന്റെ അമിത വളർച്ച ഇല്ലാതാക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ഒരു ഗോക്ഷുര സഹായിക്കുന്നുണ്ട്. 6ാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ഗോക്ഷുര എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഗോക്ഷുരയ്ക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ജെൻസിനാണ് പറയുന്നത് കേട്ടോ. പ്രോസ്റ്റേറ്റ് കെയർ ജെൻസിന് മാത്രം ഉപയോഗിക്കേണ്ട ഒരു സപ്ലിമെന്റ് ആണ്. നമുക്ക് ആരും ഇനിയിപ്പോ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു എന്ന് വിചാരിച്ചിട്ട് പിന്നെ സ്കാൻ ചെയ്തപ്പോ എന്റെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കാണാനില്ല എന്നുള്ളതൊന്നും ആരും പറയണ്ട. അതായത് പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന ഒരു ഗ്രന്ഥി മാത്രമാണ് കേട്ടോ. അപ്പോ അടുത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ്, 7ാമത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അപരജിത. അപരജിത അതായത് ശംഖുപുഷ്പം. ശംഖുപുഷ്പമൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ. പക്ഷെ ഇതിന്റെ പേര് നമുക്ക് കേൾക്കുമ്പോൾ ഏതോ ഒരു അധോലോക ബന്ധമുള്ള പേരാണല്ലേ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. സംസ്കൃതത്തിലുള്ള പേരുകളാണ് കേട്ടോ. അപ്പൊ അതിന്റെ മലയാളമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ശംഖുപുഷ്പം ഇതിൽ ചേർത്തതോട് കൂടി തന്നെ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതായത് പരാജയപ്പെടാത്തത് എന്നാണ് ഇതിന് അർത്ഥം വരുന്നത്. അപരജിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഖുപുഷ്പം, വെള്ള ശംഖുപുഷ്പം ഉണ്ട്, നീല ശംഖുപുഷ്പം ഉണ്ട്. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ് വെള്ള ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ എവിടെയെങ്കിലും പിന്നെ എന്തെങ്കിലും കുത്തിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രാണികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അവിടെ വീങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ശംഖുപുഷ്പത്തിന്റെ ഇലകളോ അല്ലെങ്കിൽ അതിന്റെ പൂവോ എന്തെങ്കിലും അതിന്റെ നീരെടുത്തിട്ട് നമ്മൾ ആ ഭാഗത്ത് തേച്ചു കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു വിഷം ഇല്ലാതായി മാറും. ഇതൊക്കെ പണ്ട് നമ്മളൊക്കെ ചെയ്തിരുന്നതാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത് വെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. അതുപോലെ നമുക്കിപ്പോ നമ്മളെ വീട്ടിലൊക്കെ ഗസ്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെറൈറ്റി ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ആ നീല ശംഖുപുഷ്പം അതിന്റെ ആ പൂവ് എടുത്ത് നമ്മൾ ജസ്റ്റ് വെള്ളത്തിലിട്ട് അതൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അതിൻ്റെ നീര് ഇറങ്ങി വന്നാൽ നമ്മൾ ലെമൺ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലൂ ലൈം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതായത് ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നതും. പക്ഷെ വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും. അതുപോലെ ഒരു ഹെൽത്തി ജ്യൂസും കൂടിയാണ് കേട്ടോ. ബ്ലൂ ടീ ഉണ്ടാക്കാനും പറ്റും, അതുപോലെ തന്നെ ലൈം ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് പറ്റും. അപ്പൊ അപരജിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഖുപുഷ്പം, പരാജയപ്പെടാത്തത് എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. അപ്പോ ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അതായത് കാഴ്ച വർദ്ധിക്കാന് ഈ ഒരു ശംഖുപുഷ്പത്തിന് കഴിവുണ്ട്. മുറിവുകൾ ഉണ്ടെങ്കിൽ മുറിവുകൾ ഉണക്കാന്, മുടികൊഴിച്ചിൽ തടയാന്, പ്രമേഹത്തിന്, അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ ഫ്രീ റാഡിക്കൽ ഡാമേജിൽ നിന്നും തടയാന് ഇതിന് അപാരമായ ഒരു കഴിവുണ്ട് എന്നുള്ളതാണ്. അതായത് ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ഫ്രീ റാഡിക്കൽ ഡാമേജിൽ നിന്നും തടയാൻ ഉള്ള ഒരു അപാരമായ കഴിവ് എന്തിനുണ്ട്? നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പത്തിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ശംഖുപുഷ്പമൊക്കെ വെട്ടിയിട്ട് ആരും എവിടേക്ക് കൊണ്ടുപോയി ഇടണ്ട, തൊടിയിലോട്ട് കൊണ്ടുപോയി ഇടണ്ട. അത് ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ.
അതായത് ഒരു സൂപ്പർ സസ്യമാണ്, ഒരു വള്ളിയാണത്. ആ വള്ളിയിലുള്ള എല്ലാതും നമുക്ക് മെഡിസിൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മോഡേൺ മെഡിസിനിലേക്ക് ഒരിക്കലും പോവാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതാണ് 8ാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മളൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന, അതായത് വീട്ടിലുള്ള വയസ്സായ ആളുകളൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് സുപാരി. സുപാരി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തോ ഒരു പേരാണെന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ടാവും അല്ലെ, എന്തോ ഒരു സംഭവമാണെന്നുള്ളത്. അടക്കയാണ്. അതായത് അടക്ക എന്ന് പറയുന്ന ഒരു സംഭവമാണ് സുപാരി എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് അത്ഭുതത്തോടെയാണ് നമ്മളത് കേൾക്കുന്നത് അല്ലെ. അതായത് അടക്ക, നമ്മളൊക്കെ എന്തിനാ അടക്ക ഉപയോഗിക്കുന്നത്? വെറ്റിലയും പോലെയും ചുണ്ണാമ്പും ചേർത്തിട്ട് അത് മുറുക്ക എന്ന് പറയില്ലേ അല്ലെ, അതിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല, പാക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ അടക്ക ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ പിന്നെ വെറ്റിലും പോലെ ഇതൊക്കെ കഴിക്കുന്ന ആളുകളുടെ പല്ലിന് നല്ല ബലം ഉണ്ടാവും, അവർക്ക് പല്ലുവേദന കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. അതായത് അടക്കയുടെ ഒരു ഗുണങ്ങളാണ് കേട്ടോ, നിങ്ങൾ നോക്കിക്കോളി. പല്ലിന്റെ പ്രശ്നങ്ങൾ തടയാന്, മോണവീക്കം തടയാന്, അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിനും മെന്റൽ അലോട്ട്നെസ്സിനും പേശികളെ ശക്തിപ്പെടുത്താനും അടക്ക സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പല്ലിന്റെ പ്രശ്നങ്ങൾ തടയാന്, മോണവീക്കം തടയാന്, അതുപോലെ പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിന്, അതായത് നമ്മള് ഇപ്പൊ ബ്രെയിനിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ബുദ്ധി ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ല, അപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊക്കെ അടക്ക കൊടുക്കാം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ മെന്റൽ അലോട്ട്നെസ്സിനും പേശികളെ ശക്തിപ്പെടുത്താനും അടക്ക സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും അടക്ക സഹായിക്കുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ നോർമൽ സൈസ് നിലനിർത്താനും മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഈ അടക്കക്ക് നല്ല കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മളെ തൊടിയിലൊക്കെ അടക്ക ഉണ്ടാവും. നാളെ രാവിലെ പോയി അടക്ക പെറുക്കിട്ട് കഴിച്ചാലും നിങ്ങളുടെ പല്ലിന്റെ സംരക്ഷണത്തിനും നല്ലതാണ്. അതുപോലെ വെറ്റിലും ചുണ്ണാമ്പും കൂട്ടിട്ട് കഴിക്കാണ്ടിരിക്കുക. നമ്മളെ അടക്ക കുത്തി വെച്ചിട്ട് നമ്മളത് ജസ്റ്റ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് ആർക്കെങ്കിലും അറിയോ ഈ ഒരു പ്രോസ്റ്റേറ്റ് കെയറിൽ ഇന്ന സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്? നമുക്ക് ആർക്കും അറിയൂല. അറിയാത്തത് കൊണ്ടാണ് നമ്മളിത് കഴിക്കാനൊന്നും ഉപയോഗിക്കാനൊന്നും തയ്യാറാവാത്തത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഓരോ ക്ലാസ്സുകളും നമ്മളെല്ലാവരും കേൾക്കുക. ആ കേൾക്കുമ്പോൾ മാത്രമേ ഇത്രയും ഗുണങ്ങളുള്ള സപ്ലിമെന്റുകളാണോ നമുക്ക് ഈ കിട്ടുന്നത് എന്നുള്ളത് അറിയാൻ സാധിക്കുള്ളൂ. കാരണം എന്താണ്, നമുക്ക് ഈ ഒരു പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് പ്രശ്നം വരുമ്പോ നമ്മള് അറിയുന്നില്ല. അതായത് വിദഗ്ധമായ ടെസ്റ്റുകൾ നടത്തുമ്പോൾ മാത്രമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുള്ള പ്രശ്നം കൊണ്ടാണ് ഈ ഒരു യൂറിൻ പ്രശ്നം വരുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതല്ലേ, യൂറിൻ ഒഴിക്കുമ്പോൾ പിന്നെ രക്തം കലർന്നു പോകുന്നത്, അസഹ്യമായ വേദന അനുഭവപ്പെടുന്നത്. ഈ പ്രായമായ ആളുകൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അവരെ നല്ല രീതിക്ക് തന്നെ കെയർ ചെയ്യണം. അവര് ഇങ്ങനെ ബാത്റൂമിലൊക്കെ 2-3 തവണ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക, എന്താണ് ഉപ്പ അല്ലെങ്കിൽ അച്ഛ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം നമ്മൾ മറ്റുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകും, നമ്മളെ വീട്ടിലുള്ള ആളുകളെ ശ്രദ്ധിക്കാതെ പോവാതിരിക്കാൻ പറ്റൂല. കാരണം ഒരു ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 10 മക്കളുണ്ടെങ്കിൽ ആ 10 മക്കളെയും ഒരു ഉമ്മക്കും ഒരു ഉപ്പക്കും അല്ലെങ്കിൽ ഒരു അച്ഛനമ്മക്ക് നോക്കാൻ കഴിയും. പക്ഷെ 10 മക്കൾക്ക് ആരെ നോക്കാൻ പറ്റണില്ല? നമ്മളെ സ്വന്തം അച്ഛനമ്മമാരെ അല്ലെങ്കിൽ ഉമ്മ ഉപ്പമാരെ നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് ജനത പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് നമ്മളെ മക്കളെ പഠിപ്പിച്ചുണ്ടാക്കി അവരെ വലിയ ഡോക്ടറേറ്റ് എടുപ്പിച്ച് അവരെ എഞ്ചിനീയർമാരാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരെ പറ്റുന്നില്ല? ആ സ്വന്തം രക്ഷിതാക്കളെ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. കാരണം ഓരോ സംഭവങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആര് പോഷകാഹാരം കഴിക്കുന്നത്? അപ്പൊ നമ്മളെ ആരോഗ്യം ആര് സംരക്ഷിക്കണം? അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മളാണ്. കണ്ണി കണ്ട ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക. നമുക്ക് മോഡേൺ ഫുഡുകളെയാണ് പറ്റുള്ളൂ. അതുപോലെ തന്തൂരി, പിന്നെ ഷവായ, ഷവർമ്മ, പിന്നെന്താണ് ബ്രോസ്റ്റ്, ഇങ്ങനെയുള്ള
സംഭവങ്ങളെയാണ് നമ്മളൊക്കെ കഴിക്കുന്നുള്ളൂ. ഈ സംഭവം ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നതും. ഒരൊറ്റ ദിവസത്തെ ഫംഗ്ഷൻ മാത്രം മതി നമ്മളുടെ ഓരോ അവയവത്തെയും ബാധിക്കാൻ എന്നുള്ളതാണ്. ഒരൊറ്റ ദിവസത്തെ ഭക്ഷണം നമ്മൾ കഴിച്ചാൽ മതി. അതായത് രാവിലെ രാജാവിനെ പോലെ നമ്മളോട് കഴിക്കാൻ പറയുന്നുണ്ട്. ആരാ കഴിക്കുന്നത്? രാത്രിയാണ് രാജാവിനെ പോലെ നമ്മൾ കഴിക്കുന്നത്. ആ രാത്രി രാജാവിനെ പോലെ കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഉറക്കം വരുന്നില്ല, അല്ലെ? അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓവർ നമ്മളെ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടുന്നില്ല. പിന്നെ രാവിലെ ആയപ്പോഴേക്കും വയറ് വീർത്ത് വന്നു. ഇതൊക്കെ ആരാണ് പിന്നെ നിയന്ത്രിക്കുന്നത്? നമ്മുടെ കിഡ്നിയാണ്, അല്ലെ? ഈ കിഡ്നിക്കാണ് നമ്മളവിടെ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഓവർ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആ കിഡ്നിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇത് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തു. ആ മിക്സിയുടെ ജാർ എടുത്തിട്ട് 2 നാളികേരം അരക്കണം. 2 നാളികേരം അരക്കുമ്പോൾ ഈ 2 നാളികേരം കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ മിക്സിയുടെ അവസ്ഥ? അത് അറിയാൻ പറ്റോ? അറിയോ? ഒരിക്കലും അറിയൂല. അപ്പൊ അതുപോലെ അവസ്ഥ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്നും കുറച്ച് നമുക്ക് പാത്രത്തിലോട്ട് എടുത്തു മാറ്റാൻ പറ്റും. പക്ഷെ നമ്മൾ അകത്തോട്ട് പോയ ഭക്ഷണം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ തന്നെയല്ലേ ഭക്ഷണങ്ങൾ കൊടുത്തിട്ട് നമ്മളെ കിഡ്നിക്ക് പണി കൊടുക്കുന്നത്? ആ കിഡ്നിക്ക് എത്രത്തോളം രാത്രിയിൽ നമുക്ക് ദരിദ്രനെ പോലെ കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്താണ്? രാത്രിയിലാണ് രാജാവിനെ പോലെ കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പ്രധാനമായിട്ടും അസുഖങ്ങൾ വരാനുള്ള ഒരു കാരണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മളെ വീടുകളിലും നമ്മളുടെ പുറത്തും അയൽവാസികളിലും ഒക്കെ നാട്ടുകാരായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മളൊക്കെ പൊതുജനങ്ങളുടെ ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഓരോ വെസ്റ്റീജൻസും ഓരോ ജനങ്ങളെയും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഒക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് സർജറിയാണ് പറയുന്നത്. അതായത് അവർക്കൊരു ടാർജറ്റ് ആണ്. ആ ടാർജറ്റ് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഓരോ രോഗികളെയും അവര് എന്തുണ്ടാക്കണം? ഓരോ രോഗികൾക്കും ഓരോ ടെസ്റ്റുകൾ പറയണം. നമ്മളൊക്കെയാണ് അവരുടെ ടാർജറ്റുകള്. ഈ പാവപ്പെട്ട നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത ടെസ്റ്റുകൾ എഴുതും, ഇല്ലേ? മരിച്ചു പോയാലും കൂടി വെന്റിലേറ്ററിൽ ഇടുന്ന ആളുകളാണ് ഇന്നത്തെ ഡോക്ടർമാർ എന്നുള്ളത്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ പറ്റൂല. പെട്ടെന്ന് ചിലപ്പം ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യോ കാലൊക്കെ പിന്നെ മുറിഞ്ഞു പോയി. അപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകണം. സപ്ലിമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകേണ്ട കാര്യത്തിന് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് വേണ്ടത്? ഈ സപ്ലിമെന്റുകൾ കഴിക്കേണ്ടത് എന്നുള്ളതാണ്. അതാണ് ഈ സപ്ലിമെന്റിന്റെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഗുണത്തെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ വെറുതെ ഇരുന്നിട്ട് മറ്റുള്ള ആളുകളുടെ യൂട്യൂബും കാര്യങ്ങളും കണ്ട് അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം, അല്ലെ? നമ്മൾ ഇറങ്ങി പുറപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്കിത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം കിട്ടണമെങ്കിൽ ആരോഗ്യം സമ്പത്തും കിട്ടണം എന്നുള്ളതാണ്. ആ ആരോഗ്യം സമ്പത്തും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നല്ല രീതിക്ക് മുന്നോട്ട് പോവുക. നമ്മൾ നുണ പറയാതെ നല്ല റിസൾട്ടുകൾ നമ്മൾ ഷെയർ ചെയ്യുക. സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുക. നമ്മളെ ടീമിനെ വന്ന ടീമുകളെ നമ്മൾ നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോവുക. നമ്മളെ മക്കളെ എത്ര സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ നമ്മളെ താഴെ വരുന്ന ലീഡേഴ്സിനെ നമ്മൾ സ്നേഹിച്ചു നോക്കൂ. ആ ഒരു സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും. ലോകത്തിൽ ഏറ്റവും വലിയ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ഒരാളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുക എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എത്ര ആളുകളുടെ പ്രാർത്ഥന ഉണ്ട്, അല്ലെ? നമ്മൾ എന്താണ് ഓരോരുത്തർക്കും ആരോഗ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ആരോഗ്യം കൊടുക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുകയാണ്. ആ പ്രാർത്ഥന എത്രത്തോളാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട. അതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ ഒരു സപ്ലിമെന്റ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഓരോ ക്യാപ്സൂൾ വീതം കഴിക്കുക. നല്ല ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 2 ക്യാപ്സൂൾ വെച്ചിട്ട് 2 നേരം കഴിക്കുക. നല്ല വെള്ളം കുടിക്കുക. പിന്നെ ഏതൊരാൾക്കും നമ്മൾ സപ്ലിമെന്റുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ക്രിയാറ്റിന്റെ അളവ് നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഷുഗർ പേഷ്യന്റിന് നമ്മൾ സപ്ലിമെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ ക്രിയാറ്റിന്റെ അളവുകൾ നമ്മൾ പറയണം. ക്രിയാറ്റിന്റെ പ്രശ്നമുണ്ടോ, കിഡ്നി പ്രോബ്ലം ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. അതുപോലെ തന്നെ വേദന സംഹാരികൾ കഴിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടാവും, ഊരവേദന ഉണ്ടാവും, യൂറിക് ആസിഡ് ഉള്ള ആളുകൾ ഉണ്ടാവും, ഇതുപോലെ മുട്ടുവേദന, ഇതിനൊക്കെ വേദന സംഹാരികൾ കഴിച്ച ഒരു വ്യക്തിക്ക് എന്ത് വരും? ക്രിയാറ്റിന്റെ അളവ് കൂടാൻ സാധ്യത ഉണ്ട്. ക്രിയാറ്റിന്റെ അളവ് പല രൂപത്തിലും കൂടും.
അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സപ്ലിമെന്റുകൾ കൊടുക്കുമ്പോൾ ക്രിയാറ്റിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരാൾക്ക് സപ്ലിമെന്റുകൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് പണി കിട്ടുക കേട്ടോ. അതായത് ഈ ഒരു പിന്നെ സപ്ലിമെന്റ് കൊടുക്കുമ്പോൾ കിഡ്നി പ്രോബ്ലം ഉള്ള ആളുകൾക്ക് കൂടുതൽ സപ്ലിമെന്റുകൾ കാര്യങ്ങൾ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുക. ഓക്കെ, താങ്ക് യു, വിഷ് യു വെൽ. താങ്ക് യു മാം. വളരെ വണ്ടർഫുൾ ആയി. ഏതൊരാൾക്കും മനസ്സിലാകുന്ന വിധത്തിൽ അവനവന്റെ സ്വന്തം എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്തുകൊണ്ട് ഈ സെഷൻ കൈകാര്യം ചെയ്ത ജുമേല മാഡത്തിന് എന്റെ പേരിലും നമ്മുടെ വെസ്റ്റീജിന്റെ എല്ലാ ലീഡേഴ്സിന്റെ പേരിലും വളരെ നന്ദി അറിയിക്കുന്നു. നമുക്ക് ചാറ്റ് ബോക്സിലൂടെ എല്ലാവർക്കും മാഡത്തിനുള്ള നന്ദി അറിയിക്കാം. ഇന്ന് ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും മാഡം ഇന്ന് പറഞ്ഞു തന്ന ഈ പ്രൊഡക്റ്റിനെ പറ്റി നല്ല വിധത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പം ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ പറഞ്ഞു കൊടുക്കുക, ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതകളെ പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരെ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നതാണ്. അതിലൂടെ എല്ലാവർക്കും നല്ല ആരോഗ്യവും സമ്പത്തും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ സെക്ഷനിൽ MC അവതരിപ്പിക്കാൻ എനിക്ക് ഈ അവസരം തന്ന നമ്മുടെ വെസ്റ്റീജിലെ എല്ലാ ലീഡേഴ്സിനോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു ലീഡേഴ്സ്. താങ്ക് യു. വിഷ് യു വെൽ. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. താങ്ക് യു മാം.